പതിയെ അവൾക്കരികിലേക്ക് ചുവടുകൾ വെച്ചു. അവളുടെ ബെഡിനരികിലിട്ടിരിക്കുന്ന ചെയറിലിരുന്നു. ഉറങ്ങുന്ന സച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പണ്ട് തന്നോട് ചേർന്ന് നടന്ന് കുസൃതി കാണിച്ചിരുന്ന ആ കുറുമ്പി പെണ്ണിൽ നിന്നും ഒരുപാട് അന്തരങ്ങളുണ്ട് ഈ ബെഡിൽ. ചലനമറ്റ് കിടക്കുന്ന സച്ചുവിന് മുഖത്തെ തിളക്കമെല്ലാം പോയി ആകെ കരുവാളിച്ചിട്ടുണ്ട്. അവളെ തന്നെ നോക്കിയിരുന്നതും അവൻ്റെ കണ്ണുകളിൽ നീരുറവ പൊട്ടിത്തുടങ്ങി. പെട്ടെന്ന് സച്ചു ഉറക്കമുണരുന്നത് പോലെ ഒന്ന് ഞെരങ്ങിയതും അവൻ പൊടുന്നിനെ കണ്ണുകൾ അമർത്തി തുടച്ച് അരികിൽ ആരുടെയോ സാമീപ്യമറിഞ്ഞതും സച്ചു പതിയെ മിഴികൾ വലിച്ചു തുറക്കാൻ നോക്കി. മരുന്നുകളുടെ എഫക്റ്റ് മൂലം എപ്പോഴും ഉറങ്ങിത്തൂങ്ങുന്ന കണ്ണുകൾ ഉണർന്നിരിക്കാൻ വളരെയധികം പ്രയാസമാണ്. പതിയെ പാടുപെട്ട് മിഴികൾ തുറന്ന് മുന്നിലിരിക്കുന്നവനെ നോക്കിയതും അവളുടെ മിഴികൾ കൂടുതൽ വിടർന്നു. സിദ്ധു. അവളുടെ മനസ്സിലെ സന്തോഷം വാക്കുകളിലൂടെ പുറത്തേക്ക് തെറിച്ചു. സച്ചു. അവനൊരു ചിരി വരുത്തി അവളുടെ കൈകളിൽ പിടിച്ചു. എപ്പോൾ വന്നു? അറിഞ്ഞില്ല. നീ നല്ല ഉറക്കായിരുന്നു. ശല്യം ചെയ്യേണ്ടെന്ന് കരുതി. നീ എനിക്കൊരു ശല്യമാണോ സിദ്ധു? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവളുടെ വാക്കുകളിലെ നീരസം തിരിച്ചറിഞ്ഞതും അവനൊന്ന് ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞത് സച്ചു, ഇനി അതിന്മേ പിടിക്കണ്ട. അവൻ അവളുടെ കയ്യിലെ പിടുത്തം വിട്ട് തലയിലൊന്ന് തഴുകി. എന്തു പറയുന്നു നിന്റെ പൊണ്ടാട്ടി? അവൾ കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൻ്റെ മുഖം മുറുകി. അവൻ അവളിൽ നിന്നും കൈകൾ പിൻവലിച്ചു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാം. നമുക്കിടയിൽ മറ്റൊരാൾ സംസാര വിഷയമാകണ്ട. മുറുകിയ ശബ്ദത്തോടെ തന്നെ അവൻ പറഞ്ഞതും സച്ചു വല്ലായ്മയോടെ അവനെ നോക്കി. സിധു, ഞാൻ വെറുതെ തമാശയ്ക്ക്. അവൾ അവനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. നിനക്കെല്ലാം തമാശയാണല്ലോ, ഞാൻ പോലും. അതാണല്ലോ ഇന്നിങ്ങനെ രണ്ടിടത്ത് കഴിയേണ്ടി വന്നതും മറ്റൊരുടെ കഴുത്തി എനിക്ക് താലി കെട്ടേണ്ടി വന്നതും. അവൻ്റെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത അമർഷം നിറഞ്ഞു. അതുവരെ മനസ്സിലടക്കി വെച്ച പ്രഷറെല്ലാം ഒന്നായി പുറത്തേക്ക് വരുന്നത് പോലെ അവന് തോന്നിയെങ്കിലും അവൻ കണ്ടില്ലെന്നടിച്ചു. സിദ്ധു, നീ എന്തൊക്കെയാ പറയുന്നത്? നീ എനിക്ക് തമാശയാണോ? നിന്നോടുള്ള എൻ്റെ പ്രണയം തമാശയാണോ? അങ്ങനെയാണോ ഇത്രയും കാലത്തുള്ള നിനക്ക് തോന്നിയിട്ടുള്ളത്? പിന്നെ എങ്ങനെയാണ് എനിക്ക് തോന്നേണ്ടത്? അല്ല, നിനക്ക് എന്നെ നിന്റെ ജീവനോളം പ്രിയമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു കുഞ്ഞു വേണോ? അതിനുവേണ്ടിയാണല്ലോ നീ എന്നെ കൊണ്ട് ഈ വിഡ്ഢിവേഷം കെട്ടിച്ചത്. അവൻ പറഞ്ഞു നിർത്തിയതും സങ്കടമുറ്റിയ മുഖത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി അങ്ങോട്ട് എന്താ ചിന്തയ നിറയെ അറിയില്ല, ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവൻ അരിശത്തോടെ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്ന് വേഗം എഴുന്നേറ്റു. സിദ്ധു. കലങ്ങിയ കണ്ണുകളോടെ സച്ചു അവനെ വിളിച്ചു. അതുവരെ അവനെ കണ്ടാൽ പറയാനും ചോദിക്കാനും മനസ്സിലടക്കി വെച്ച സങ്കടങ്ങളും പരിഭവങ്ങളും മറവിക്ക് വിട്ടുകൊടുത്തു. സച്ചു, വേണ്ട. ഇനി നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഒരു കുടത്തിൻ്റെ വായ മൂടിക്കട്ട, പക്ഷേ 1000 കുടത്തിൻ്റെ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ തുടർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ വായും. പക്ഷേ അതെല്ലാം കണ്ടില്ലെന്നടിച്ച് ജീവിക്കണം. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരു കുഞ്ഞിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ ഒരു വാശിപ്പുറത്ത് നഷ്ടപ്പെടുന്നത് മറ്റൊരു പെണ്ണിൻ്റെ മുന്നോട്ടുള്ള ജീവിതമാണ്. പണത്തിന് വേണ്ടിയാണെങ്കിലും അഭിമാനം എന്നുള്ളത് അവൾക്കും ഉണ്ടാവുമല്ലോ. എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ അവിടെ അവളെ സമൂഹം വിളിക്കുന്ന മറ്റൊന്നായിരിക്കും. സിദ്ധു മനസ്സിൽ തോന്നിയതൊക്കെ സച്ചുവിനോട് വിളിച്ചു പറഞ്ഞു. പിന്നെ സച്ചുവിനരികിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ വലതു കൈ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. പക്ഷേ എന്തു തന്നെയായാലും നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ സച്ചു. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല സച്ചു. ഈ വാശി ഉപേക്ഷിച്ചൂടെ? നമുക്കൊരുമിച്ച് ജീവിതം തുടങ്ങിക്കൂടെ? വെറുതെ ആ പാവത്തിൻ്റെ ജീവിതം ഒന്നുമല്ലാതാക്കണോ? ഇപ്പോഴാണെങ്കിൽ അവൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി കുറച്ച് കഴിഞ്ഞാൽ വേണോ നമുക്കിത്? അവൻ്റെ വാക്കുകളിൽ നിസ്സഹായത നിറഞ്ഞു. സിധു, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇനി നീ എൻ്റെ മുന്നിലേക്ക് വന്നത് നിൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ വരവറിയിച്ചുകൊണ്ടാണ്. മറിച്ച് മറ്റെന്തെങ്കിലും തീരുമാനം നിനക്കുണ്ടെങ്കിൽ ഇനി നീ എൻ്റെ പേരും പറഞ്ഞ് ഇവിടേക്ക് വരണമെന്നില്ല. അത്രയും മുറുകിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ സിദ്ധുവിൻ്റെ മുഖത്തു നിന്നും മുഖം തിരിച്ചു. അവളുടെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകളെ വേർപെടുത്തിക്കൊണ്ട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കാറ്റുപോലെ പുറത്തേക്ക് പോയി. അവൻ പോയതും അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടം ഒരു പൊട്ടിക്കരച്ചിലോടെ സച്ചുവിൽ നിന്നും പുറത്തേക്ക് എഴുകി. വിച്ചേച്ചി വിളിച്ചിരുന്നു അമ്മേ? വൈകുന്നേരം തനുവിന് കുടിക്കാനുള്ള ചായയുമായി വന്ന അമ്പിളിയോട് അവൾ തിരക്കിയതും അവൾക്കുള്ള ദേഷ്യത്താൽ അവരുടെ മുഖം വീർത്തു. അവിടെ ഒരു വിച്ചേച്ചി. ദിവസം കുറയായി അവളവിടെ നിന്ന് പോയിട്ട്. ഒന്ന് വിളിക്കാനോ ഒന്നോട് വരാനോ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ. വലിയ കൊമ്പത്തെ ബന്ധം കിട്ടിയിരിക്കില്ല തമ്പുരാട്ടിക്ക്. അപ്പം നമ്മളെയൊക്കെ മറക്കും. വൈകിയോടുള്ള പുച്ഛത്താൽ അവരുടെ ചുണ്ടിൻ്റെ കോണൊന്ന് കൂടി. അമ്മ എന്തിനെ എപ്പോഴും വിജയിച്ചെ കുറ്റപ്പെടുത്തുന്നത്? ആ ചേട്ടന് ഒഴിവുണ്ടാവില്ല. എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിക്കൊള്ളണമെന്നില്ലല്ലോ. തനു വൈകിയെ ന്യായീകരിച്ച് സംസാരിച്ചു. സാഹചര്യം? നീ എപ്പോഴും അവളുടെ ഭാഗമാണല്ലോ. ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് പിന്നാലെ നടന്നിട്ട് ഇപ്പം എവിടെയാ അവള്?
ഹോസ്പിറ്റലിൽ പോയി വന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചോ? ഇല്ല. അങ്ങോട്ട് പോയ പിന്നെ നിന്നെ ഓർമ്മ കൂടിയില്ല അവൾക്ക്. ആ, വലിയ സുഖസൗകര്യങ്ങളിലായിരിക്കുമല്ലോ. അപ്പോൾ നിന്നെയൊന്നും ഓർക്കാൻ സമയം കാണില്ല. അമ്മയൊന്നും മിണ്ടായിരുന്നേ. ചേച്ചി എനിക്ക് വേണ്ടിയാ ഈ വിവാഹത്തിന് ഒരുങ്ങിയാന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചേച്ചി പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിക്കുന്നു. എൻ്റെ ഓപ്പറേഷന് പൈസ ആയിരുന്നു. അവളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം വീണ്ടുണ്ടായി, അല്ലാണ്ടൊന്നും കിട്ടിയിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് അമ്പിളി പുച്ഛത്തോടെ അവിടെ നിന്നും പോയി. സിദ്ധു ആകെ അസ്വസ്ഥനായിരുന്നു. ചിന്തകൾ കൊണ്ട് അവനാകെ തല പെരുകുന്നുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിവിടെയൊന്നുമല്ലായിരുന്നു. ഗഹനമായ ചിന്തയിൽ മുഴുകിയൊരു ഡ്രൈവിങ്. വീട്ടുമുറ്റത്ത് യാന്ത്രികം എന്ന പോലെ അവൻ്റെ കാറ് വന്നു നിന്നു. അകത്തുനിന്നും കാറിൻ്റെ ശബ്ദം കേട്ടതും വൈക ഓടി എന്ന പോലെ പുറത്തെത്തി. എന്നാൽ അവളുടെ ധാരണകളെ പാടെ അവഗണിച്ചുകൊണ്ട് സിദ്ധു അവളെ ഒരു നോട്ടം കൊണ്ട് പരിഗണിക്കാതെ അകത്തേക്ക് കയറിപ്പോയി. താനെന്നൊരാൾ ഇവിടെ നിൽക്കുന്നത് സിദ്ധുവേട്ടൻ കണ്ടില്ലേ? അതോ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചതോ? വൈകയ്ക്കുള്ളിൽ സങ്കടം നിറഞ്ഞു. അതുപോലെ പരിഭവം നിറഞ്ഞ മുഖത്തോടെ തന്നെ അവളും അകത്തേക്ക് കയറി. സിദ്ധു വന്നോ? വീൽ ചെയറിൽ അവിടേക്ക് ചെന്ന് സീതാമ്മ ചോദിച്ചതും അവളൊന്ന് മൂളി. എന്നിട്ടെവിടെ? അവരുടെ കണ്ണുകൾ ചുറ്റും അവനെ തിരഞ്ഞു. ഫ്രഷ് അവൻ മുറിയിലേക്ക് പോയെന്ന് തോന്നുന്നു. വൈകയുടെ ശബ്ദം പതിഞ്ഞു. നീ പോയി അവന് കോഫി കൊടുക്കുക, ചിലപ്പോൾ നല്ല തലവേന കാണും. വീൽ ചെയറിന് പിറകിൽ നിൽക്കുന്ന ചേച്ചിയോട് സീതാമ്മ പറഞ്ഞതും അവർ അതനുസരിച്ചെന്ന പോലെ അടുക്കളയിലേക്ക് നടന്നു. വൈകെ, മോളെ ആ ഫോണിങ്ങെടുത്തേ, നാത്തൂനൊന്ന് വിളിക്കട്ടെ. ദിവസം 2 വിളിച്ചിട്ട്. അരികിൽ നിൽക്കുന്ന വൈകിയോട് അവർ പറഞ്ഞതും അവർ മേശയ്ക്ക് മുകളിൽ ഇരുന്നിരുന്ന ഫോൺ സീതാമ്മയ്ക്ക് എടുത്തു നൽകി. സീതാമ്മ ഫോണിൽ ആങ്ങള പീതാംബരൻ്റെ ഭാര്യ സുമയുടെ നമ്പർ ഡയൽ ചെയ്തു. അവർ തമ്മിൽ സംസാരം തുടങ്ങിയതും അവിടെ തനിക്ക് വലിയ റോളൊന്നുമില്ലെന്ന് കണ്ടു വൈക മെല്ലെ മുകളിൽ സിദ്ധുവിൻ്റെ മുറിയിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയതും ചേച്ചി പിറകിൽ നിന്നും വിളിച്ചു. അവളുടെ കയ്യിൽ സിദ്ധുവിനുള്ള ചൂടുള്ള കോഫി കൊടുത്തു. വൈകി അതുമായി മുറിയിലേക്ക് കയറി. മുറിയിൽ കയറിയതും അവിടെയുള്ള ടേബിളിൽ കയ്യിലുള്ള കോഫി വെച്ചു. അപ്പോഴാണ് വസ്ത്രം പോലും മാറാതെ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന സിദ്ധുവിനെ കണ്ടത്. ആഹാ, ഇവിടെ കിടക്കാണോ? അതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു ചിരിയോടെ വൈകി ബെഡിനരികിലേക്ക് കടന്നു. കമിഴ്ന്ന് തലയിണിലേക്ക് മുഖം പൂഴ്ത്തിയാണ് അവൻ കിടക്കുന്നത്. വൈക പതിയെ ശബ്ദമുണ്ടാക്കാതെ ബെഡിൽ അവനരികിലിരുന്നു. മുഖം മറച്ചു കിടക്കുന്ന അവനെ ഒരു പുഞ്ചിരിയോടെ നോക്കി. അവനെ നോക്കിയിരിക്കും തോറും തനിക്കുള്ളിൽ പ്രണയമെന്ന വികാരം ചൂടുപിടിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ ഫാനിൻ്റെ കാറ്റിൽ അനുസരണയില്ലാതെ പാറിപ്പറക്കുന്ന മുടിയിഴകളിലേക്ക് നീങ്ങി. അവളുടെ നീണ്ട വെളുത്ത വിരലുകൾ അവൻ്റെ ചെമ്മൻ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ഇതേസമയം സിദ്ധുവിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. വൈകയെയും സച്ചുവിനെയും ഓർത്ത് ഒരു സംഘർഷം തന്നെ അവൻ്റെ മനസ്സിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ കണ്ണുകളും അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അരികിൽ പ്രിയപ്പെട്ട ആരുടെയോ സാമീപ്യം അറിഞ്ഞതും അവൻ പതിയെ കണ്ണൊന്ന് തുറന്നു നോക്കി. തൻ്റെ മുടിയിഴകളിലൂടെ ആർദ്രമായി തലോടുന്ന വൈകയെ കണ്ടതും അവൻ്റെ മനസ്സിലെ സങ്കടമേറി. അവളുടെ ശ്രദ്ധയെത്തുന്നതിന് മുന്നേ അവൻ മിഴികൾ പഴയ പോലെ തന്നെ അടച്ചു. ഒരു ഉടമ്പടിയുടെ പേരിൽ മാത്രം തനിക്ക് സ്വന്തമായവൾ ഇന്നവൾ തന്നെ പ്രണയിക്കുന്നു എന്ന സത്യം തിരിച്ചറിയാൻ തനിക്ക് കഴിയും. 2 ദിവസമായി താൻ അവളോട് കാണിച്ച അടുപ്പം അവൾ തെറ്റിദ്ധരിച്ചതാണെന്നറിയാം. പക്ഷേ അതിന് അവസരമൊരുക്കിയത് താൻ തന്നെയല്ലേ? കല്യാണത്തിന് മുന്നേ എല്ലാ കാര്യങ്ങളും അവളോട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും എന്തോ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു പെണ്ണിനെ മനഃപൂർവ്വം ചതിക്കുന്നത് പോലെ. വൈകിയുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളെ തലോടുകയാണ്. അവളുടെ സാമീപ്യവും വിരലുകളുടെ സ്പർശവും തൻ്റെ മനസ്സിന് അയവ് വരുത്തുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. ഉടനെ സിദ്ധു തിരിഞ്ഞു കിടന്നുകൊണ്ട് വൈകിയെ വലിച്ച് ബെഡിലേക്കിട്ടു. മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപ് മലർന്നു വീണ അവളുടെ നെഞ്ചിലേക്ക് അവൻ മുഖമുയർത്തി കിടന്നിരുന്നു. തന്നെ വരിഞ്ഞു മുറുക്കി നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്ന അവനെ തള്ളി മാറ്റാൻ അവൾക്കും മനസ്സ് വന്നില്ല. അവളുടെ കൈകളും അവനെ ചേർത്ത് പിടിച്ചതും സിദ്ധുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ കൂടുതൽ മുറുകി. അവളുടെ നെഞ്ചിൻ്റെ ചൂടിൽ അവൻ്റെ മിഴികൾ ആലസ്യത്തോടെ അടഞ്ഞു. അപ്പോഴും അവനെ ചേർത്ത് പിടിച്ച അവളുടെ വലത് കൈ അവൻ്റെ മുടിയിഴകളിൽ മൃദുവായി തലോടുന്നുണ്ടായിരുന്നു. നേരം സന്ധ്യയോടടുത്തപ്പോഴാണ് സിദ്ധു മയക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെയാണ്. വൈകിയുടെ മാറിൽ മുഖം ചേർത്താണ് കിടക്കുന്നതെന്ന സത്യം അവനിൽ ജാള്യത നിറച്ചു. മുഖമുയർത്തി വൈകിയെ നോക്കിയതും അവൾ ഉറങ്ങുകയാണെന്ന് കണ്ടു. കൊച്ചു കുഞ്ഞിൻ്റെ പോലെ ഉറങ്ങുന്ന അവളെ അവനൊരു പുഞ്ചിരിയോടെ നോക്കി. നിന്നെ നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോടി പെണ്ണെ. അതിനു മാത്രം എന്തു മായാജാലമാണ് നീ എന്നിൽ തീർത്തത്? അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഇനിയും കിടന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയതും പതിയെ അവളെ ഉണർത്താതെ അവളുടെ മാറിൽ നിന്നും എഴുന്നേറ്റു.
അതുവരെ തന്നിൽ നിറഞ്ഞു നിന്നിരുന്ന ടെൻഷനും മറ്റും അകന്നുപോയി മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവ് വന്ന പോലെ അവനൊന്ന് മൂരി നിവർന്ന് എഴുന്നേറ്റിരുന്നു. നെഞ്ചിലെ അവൻ്റെ ഭാരമൊഴിഞ്ഞതും വൈകിയൊന്ന് ഞരങ്ങിക്കൊണ്ട് വലതുവശത്തേക്ക് ചരിഞ്ഞു കടന്നു. അവനൊരു നറുപുഞ്ചിരിയോടെ മുഖത്തിനടിയിൽ കൈവച്ച് കിടക്കുന്ന അവളെ കൗതുകത്തോടെ നോക്കി. ഫാനിൻ്റെ കാറ്റിൽ മുടിയിഴകൾ അലസമായി അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്നുമുണ്ട്. അവനൊന്ന് പുറകോട്ടു നീങ്ങിയിരുന്ന് കട്ടിലിൻ്റെ ക്രാസിൽ ചാരിയിരുന്നു. അലസമായി വീഴുന്ന മുടിയിഴകൾ അവളിൽ അലസോരം സൃഷ്ടിക്കുന്നത് കണ്ടതും അവൻ കൈകൊണ്ട് പതുക്കെ മാടി ചെവിക്കു പിന്നിലേക്ക് ഒതുക്കി വെച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ കുഞ്ഞു മുഖത്തോടെ അനുസരണയില്ലാതെ ഒഴുകി നടന്നു. അവസാനം ചുണ്ടിന് മുകളിൽ ചെറുതായി കാണുന്ന കാക്കപ്പുള്ളിയിൽ കണ്ണുകളുടക്കിയതും അവൻ്റെ മനസ്സ് ക്രമാതീതമായി മിടിച്ചു. എന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ ശരീരം ചൂട് പിടിച്ചു. ആ കറുത്ത പുള്ളിയിലൊന്ന് ചുണ്ടു ചേർക്കാൻ വല്ലാത്ത ആസക്തി തോന്നി. എന്നിൽ ഇത്രമേൽ ആഴത്തിൽ പതിയാൻ നീ എന്തു മായാജാലം ചെയ്തു പെണ്ണെ. അവൻ തൻ്റെ മനസ്സിലെ ആഗ്രഹം നിയന്ത്രിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു. നോക്കിയിരിക്കും തോറും അവളെ കൂടുതൽ ആഴത്തിലറിയാൻ മനസ്സിൽ വ്യഗ്രതപ്പെടുന്നു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരാളിൽ ഇത്രമേൽ അടിമപ്പെടാൻ കഴിയുമോ? ഒരിക്കൽ ഉപേക്ഷിക്കേണ്ടതാണെന്ന് അറിയാമായിരുന്നിട്ടും എന്തേ ഇവളെ പ്രണയിച്ചു പോകുന്നു? സയേഷയോട് പോലും തോന്നാത്ത വികാരങ്ങൾ അവളെ കാണുമ്പോൾ വിടരുന്നു. പെണ്ണെ, നീ അറിയുന്നുണ്ടോ എൻ്റെ മനസ്സ്? അവൻ്റെ മനസ്സ് അവളോടെന്ന പോലെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ക്ലോക്കിൽ മണി 6 അറിയിച്ചുകൊണ്ട് 6 തവണ മണി മുഴക്കിയതും വൈകിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന സിദ്ധു ഒന്ന് ഞെട്ടി. നീണ്ട ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുന്ന പോലെ വൈഗ ക്ലോക്കിൻ്റെ ശബ്ദം കേട്ടതും കണ്ണൊന്ന് ചിമ്മി എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നതും തലയ്ക്ക് മുകളിൽ തന്നെ നോക്കിയെന്ന പോലെ ഇരിക്കുന്ന സിദ്ധുവിനെ കണ്ടതും ഞെട്ടാതിരുന്നില്ല. അവൾ പൊടുന്നനെ ചാടി എഴുന്നേറ്റ് അവനെ മിഴിച്ചു നോക്കി. അവനൊന്ന് ഊറിച്ചിരിച്ചു. സിദ്ധുവേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? അവൾ അതേ ഞെട്ടിയ ഭാവത്തോടെ തന്നെ ചോദിച്ചു. പിന്നെ ഇവിടെയല്ലാതെ എവിടെ ഇരിക്കണ്ടേ? അവൻ ഗൗരവത്തോടെ പുരികം വക്രിച്ചു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് എന്തു പറയണമെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. ചോദിക്കുകയും ചെയ്തു. പിന്നെ വേണ്ടിയിരുന്നില്ല എന്നും തോന്നി. മതി പരിങ്ങിയത്, ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അങ്ങനെ ഇരുന്നതാ. അവൻ അവളുടെ പരിങ്ങൽ കണ്ട് ആസ്വദിച്ചെന്ന പോലെ പറഞ്ഞു. അയ്യോ, അവൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞുകൊണ്ട് കട്ടിൽ നിന്നും ചാടി നിലത്തേക്ക് നിന്നു. ഏയ് പതുക്കെ! അവളുടെ ചാട്ടം കണ്ട് അവൻ ശാസിച്ചു. അവൾ ഓടിയെന്ന പോലെ പോയി നേരത്തെ കൊണ്ടുചെന്ന് വെച്ച കോഫി എടുത്തു. താറിപ്പോയല്ലോ. അവളുടെ ചുണ്ട് ചുളിഞ്ഞു. വൈഗ, എന്തു പറ്റി? കയ്യിലെ കോഫി കപ്പിലേക്കും നോക്കി ചുണ്ട് ചുളുക്കി നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചോദിച്ചു. ഇത് ആറിപ്പോയി. അതാണോ? അതൊന്നും സാരമില്ല, കോഫിയല്ലേ, അവൻ പറഞ്ഞുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റു. ഇത് സിദ്ധുവേട്ടന് കൊണ്ടുവന്നതാ. ഇവിടെ വെച്ച് സിദ്ധുവേട്ടനെ വിളിക്കാൻ വന്നപ്പോഴാണ്. സിദ്ധുവേട്ടൻ ബാക്കി പറയാതെ അവൾ നടന്നു. സിദ്ധുവേട്ടൻ? അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വൈകിപ്പൊടുന്നനെ മുഖം താഴ്ത്തി. സിദ്ധുവേട്ടൻ? ബാക്കി പറയടോ. അവൻ മുഖം കുനിച്ച് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് പറഞ്ഞു. അത് ഒന്നുമില്ല, ഞാൻ വേറെ കോഫി കൊണ്ടുവരാം. അവൾ അവൻ്റെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറി. പറഞ്ഞിട്ട് പോ. അവൻ പോകാൻ തിരിഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു. പോ സിദ്ധുവേട്ടാ, ഫ്രഷായി വന്ന് നല്ല ചൂട് കോഫി തരാം. അവൾ വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു. എനിക്ക് കോഫി വേണ്ടെങ്കിലോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചുണ്ടുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ്റെ ആംഗ്യം കണ്ടതും അവളുടെ കണ്ണു വെടിഞ്ഞു.